Hi students, now we can study another interfacing device, that is 8254 programmable interval timer. It's also a peripheral device which is used to generate timers and counters, software timers and counters. 8254 is a programmable interval timer. Is functionally similar to the software design counters and timer. It generates accurate time delays and can be used for applications such as real-time clock, event counter, digital one-shot, a square wave generator and a complex wave generator. Normally the software counter software counter പോലെ തന്നെയാണ്, ഈവൻറ്റ് കൗണ്ടർ പോലെ തന്നെയാണ്. സോഫ്റ്റ് കൗണ്ടർ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, 0 1 2 ഇങ്ങനെ കൗണ്ട് ചെയ്ത് പോവുക. നമ്മുടെ ഡിജിറ്റൽ ക്ലോക്ക് വർക്ക് ചെയ്യുന്ന പോലെ തന്നെ ഒരു പെർട്ടിക്കുലർ ടൈം എത്തിക്കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുമോ, എന്ത് പ്രോസസ്സ് വേണമെങ്കിലും ചെയ്യാം, ടൈമറായിട്ട് വർക്ക് ചെയ്യാം. പിന്നെ ഇവൻറ്റ് കൗണ്ടർ എന്ന് പറഞ്ഞാലോ, ഈ കൗണ്ട് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ഇവൻറ്റിനെ ബേസ് ചെയ്തിട്ട്, ഫോർ എക്സാമ്പിൾ ഒരു റൂമിനകത്തേക്ക് വരുന്ന ആൾക്കാരുടെ എണ്ണം കൗണ്ട് ചെയ്യാൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ എൻ്റർ ചെയ്യുന്ന സമയത്ത് മാത്രം എന്ത് ചെയ്യും, കൗണ്ട് ഇൻക്രിമെൻ്റ് ചെയ്യും. ആൾക്കാർ എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് കൗണ്ട് ഡിക്രിമെൻ്റ് ചെയ്യും. അങ്ങനെ ഇവൻറ്റ് കൗണ്ടർ എന്തിന്, ഏതെങ്കിലും ബേസ്ഡ് ഓൺ ഇവൻറ്റ്, അങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. 8254 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രോഗ്രാമബിൾ, അതൊരു പ്രോഗ്രാമബിൾ ഡിവൈസാണ്, പ്രോഗ്രാമബിൾ ഇൻ്റർവൽ ടൈമർ. അതിനകത്ത് ആക്ച്വലി എന്താ വെച്ച് കഴിഞ്ഞാൽ 3 identical 16-bit counters are available. 3 16-bit counters എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചു, കൗണ്ടർ പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. 8-bit കൗണ്ടേഴ്സും 16-bit കൗണ്ടേഴ്സും ഉണ്ട്. അതായത് കൗണ്ട് വാല്യൂ 8 ആണെങ്കിൽ 8-bit കൗണ്ടർ എന്ന് പറയും, കൗണ്ട് വാല്യൂ 16 ആണെങ്കിൽ 16-bit കൗണ്ടർ ആണെന്ന് പറയും. അപ്പം 16-bit കൗണ്ട് ആണെങ്കിൽ നമുക്ക് കൂടുതൽ വലിയ ഡിലേ എന്ത് ചെയ്യാൻ പറ്റും, ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. 8-bit ആണെങ്കിൽ അതിനേക്കാൾ കുറവായിരിക്കും. അപ്പോൾ ഇവിടെ 16-bit ഡിലേ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന 3 കൗണ്ടേഴ്സ് ഇതിനകത്ത് അവൈലബിൾ ആണ്, 8254-നകത്ത് അവൈലബിൾ ആണ്. ഇറ്റ്സ് എ 24-pin ഡിപ്പ് IC. അത് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആകുന്നത് 24-pin ഡിപ്പ് IC ആയിട്ടാണ്. അതായത് സാധാരണ IC പോലെ തന്നെ, നമ്മൾ മൈക്രോ പ്രോസസ്സറൊക്കെ ഉള്ള IC പോലെ തന്നെ, അത് 40-pin ആയിരുന്നു, പക്ഷേ ഇവിടെ 24-pin മാത്രമേ ഉള്ളൂ. ഇറ്റ് ഈസ് +5ഉം ഗ്രൗണ്ടും തന്നെയാണ് അതിൻ്റെ പവർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് കൗണ്ട് ചെയ്യുന്നത് ഒരുപാട് 5 ഡിഫറെൻറ്റ് മോഡ്സിൽ, 6 ഡിഫറെൻറ്റ് മോഡ്സിലാണ് വർക്ക് ചെയ്യും. നേരത്തെ നമ്മൾ 8255 പറഞ്ഞ പോലെ തന്നെ 8254ഉം 6 ഡിഫറെൻറ്റ് മോഡ്സിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ കൗണ്ടിങ് ഫാഷൻ ക്യാൻ ബി യൂസ്ഡ് ആസ് ഐദർ BCD ഓ ബൈനറി മോഡിൽ നമുക്ക് വേണമെങ്കിൽ കൗണ്ട് ചെയ്യിക്കാൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ BCD മോഡിൽ വേണമെങ്കിൽ കൗണ്ട് ചെയ്യാൻ യൂസ് ചെയ്യിപ്പിക്കാം. 8255 is an upgrade version of 8253. ഇപ്പോൾ 8253 ചോദിച്ചു കഴിഞ്ഞാലും 8254 ചോദിച്ചു കഴിഞ്ഞാലും സെയിം തന്നെയാണ്. 8253യുടെ അപ്ഗ്രേഡ് വെർഷനാണ് ഇത് 8254. പിൻ കോമ്പാറ്റബിൾ ആണ്, ഓൾമോസ്റ്റ് ഓൾ ഫീച്ചേഴ്സ് ആർ കോമ്പാറ്റബിൾ എക്സെപ്റ്റ് എന്തൊക്കെയാണ് എക്സെപ്ഷൻസ് ഉള്ളത്. 8254 can be operate with higher clock frequency, 8 MHz to 10 MHz വരെ വർക്ക് ചെയ്യാൻ ആര് കേപ്പബിൾ ആണ്, 8254 കേപ്പബിൾ ആണ്. ബട്ട് ഇൻ ദി കേസ് ഓഫ് 8253 ഇറ്റ് ക്യാൻ ഓപ്പറേറ്റ് ക്ലോക്ക് ഫ്രീക്വൻസി ഫ്രം DC to 2 MHz. 2 MHz വരെ ആർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും, 8253ക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതിനേക്കാൾ ഹയർ ഫ്രീക്വൻസിയിൽ ആരും ഓപ്പറേറ്റ് ചെയ്യും, ഈ 8254 ഓപ്പറേറ്റ് ചെയ്യും. ഇൻ 8254 ഇറ്റ് ഇൻക്ലൂഡ്സ് എ options called status readback command that can latch the count and സ്റ്റാറ്റസ് ഓഫ് ദി കൗണ്ടേഴ്സ്. കൗണ്ട് ചെയ്യുന്നതിനിടയ്ക്ക് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, കൗണ്ട് വാല്യൂസ് നമുക്ക് എത്രയെന്ന് അറിയാൻ ഒരു ഓപ്ഷൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, 8254-നകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഫീച്ചർ. അപ്പോൾ ഈ 2 ഫീച്ചേഴ്സ് മാത്രമേ, അല്ലെങ്കിൽ ഈ 2 കാര്യങ്ങൾ മാത്രമേ ഇതിനകത്തുള്ളൂ, 8254-നകത്തുള്ളൂ. ബാക്കി ഓൾമോസ്റ്റ് ഓൾ ഓപ്പറേഷൻസ് ആർ വെരി സിമിലർ. അതാണ് 8253-ഉം 8254-ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു പോയിൻ്റാണ്, നിങ്ങളത് നോട്ട് ചെയ്യണം, ഈ 2 കാര്യം. നെക്സ്റ്റ് നമുക്ക് ബ്ലോക്ക് ഡയഗ്രം നോക്കാം. എന്താണ് 8253-ൻ്റെ ബ്ലോക്ക് ഡയഗ്രം? ഓൾമോസ്റ്റ് ഏതുപോലെ തന്നെയാണ്, 8255 പോലെ തന്നെയാണ്, കാണാൻ ഒരേപോലെ തന്നെയാണ്, പക്ഷേ ഫങ്ഷൻസ് ഡിഫറെൻ്റ് ആണ്. ഇവിടെ നമുക്ക് പോർട്ടല്ല, അതിന് പകരം എന്താണ്, കൗണ്ടേഴ്സാണ്. അതുകൊണ്ടല്ലേ 3 ഡിഫറെൻറ്റ് കൗണ്ടേഴ്സ് അവൈലബിൾ ആണ്, കൗണ്ടർ 0, കൗണ്ടർ 1 ആൻഡ് കൗണ്ടർ 2. And all these 3 counters are 16-bit wide. അത് 16-bit കൗണ്ടറാണ് 3.
മൂന്ന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കൗണ്ടേഴ്സാണ്. പാരലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പറേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. ആൻഡ് ഈച്ച് കൗണ്ടർ ഹാവിങ് 3 pins named clock 0, gate 0 and out 0. അത് കൗണ്ടർ 0-ന് എന്തൊക്കെ ഉണ്ടാവും, ക്ലോക്ക് ഉണ്ടാവും, ഗേറ്റിൻ്റെ ഔട്ട് ഉണ്ടാവും. അതേപോലെ കൗണ്ടർ വേണമെങ്കിൽ ക്ലോക്കും ഗേറ്റും ഔട്ടും ഉണ്ടാവും. കൗണ്ടർ 2-നും സെയിം. ക്ലോക്കും ഗേറ്റും കൗണ്ടറിന് ഇൻപുട്ടായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഔട്ടായിരിക്കും. ഔട്ടിനകത്താണ് നമുക്ക് എന്ത് കിട്ടുന്നത്, നമുക്ക് ഔട്ട്പുട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി 8254 ഒരു കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല, നമ്മളൊന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല. ഇത് എന്തൊക്കെയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ റിയൽ ടൈം ക്ലോക്ക്. റിയൽ ടൈം ക്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിനകത്ത് സിസ്റ്റം പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ടൈമിംഗ് കറക്റ്റായിട്ട് കാണിക്കുന്നില്ലേ, അങ്ങനെ കാണിക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തുണ്ടായിരിക്കും, ഒരു റിയൽ ടൈം ക്ലോക്ക് ഉണ്ടായിരിക്കും. ആ റിയൽ ടൈം ക്ലോക്കായിട്ട് ഏത് യൂസ് ചെയ്യാൻ പറ്റും, 8254 യൂസ് ചെയ്യാൻ പറ്റും. അതിന് ഇവൻറ്റ് കൗണ്ടർ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഒരു ഇവൻറ്റിനെ കൗണ്ട് ചെയ്യാൻ പറ്റും. ഡിജിറ്റൽ വൺ ഷോട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മോണോപ്പൾസ് എന്ന് പറഞ്ഞ സാധനം പഠിച്ചിട്ടുണ്ടാകും സെക്കൻഡ് സെമസ്റ്ററിലോ ഫസ്റ്റ് സെമസ്റ്ററിലോ, ഇനി തേർഡിലോ ഇതുവരെയുള്ള ഏതെങ്കിലും ഒരു സെമസ്റ്ററിൽ നിങ്ങൾ മോണോപ്പൾസ് എന്ന് പഠിച്ചിട്ടുണ്ടാകും. പിന്നെ അതേപോലെ തന്നെ അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റ് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ പഠിച്ചിട്ടില്ല നിങ്ങൾ, അസ്റ്റേബിൾ മോണോസ്റ്റേബിൾ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടില്ലേ. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ മോണോഷോട്ട് എന്ന് പറഞ്ഞാൽ മോണോസ്റ്റേബിളാണ്. ആക്ച്വലി മോണോസ്റ്റേബിൾ തന്നെ എന്താ, ഒരു സ്റ്റേബിൾ സ്റ്റേറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നോർമലി അത് സ്റ്റേബിൾ സ്റ്റേറ്റിലായിരിക്കും. നമ്മളൊരു ട്രിഗർ കൊടുത്തു കഴിഞ്ഞാൽ അത് അൺസ്റ്റേബിൾ സ്റ്റേറ്റിൽ പോയിട്ട് എന്ത് ചെയ്യും, തിരിച്ചത് സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് തന്നെ ഒരു പെർട്ടിക്കുലർ ടൈം കഴിഞ്ഞാൽ അത് സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് തന്നെ വരും. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ടൈമിലും അത് സ്റ്റേബിൾ സ്റ്റേറ്റിലായിരിക്കും. എപ്പോഴാണോ ട്രിഗർ കൊടുക്കുന്നത് ആ സമയത്ത് എന്ത് ചെയ്യും, അൺസ്റ്റേബിൾ സ്റ്റേറ്റിൽ പോയി ഒരു സെർട്ടൺ ഡിലേ കഴിഞ്ഞാൽ തിരിച്ചു വരും. അതാണ് മോണോഷോട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനത്തെ സാധനം ജനറേറ്റ് ചെയ്യാൻ പറ്റും. സ്ക്വയർ പൾസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഒരു കോംപ്ലക്സ് വേവ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ 8255-ൻ്റെയും 54-ൻ്റെയും 53-യുടെയും അപ്ലിക്കേഷൻസാണിത്. അപ്പം ഓരോ ഇവിടെ പറഞ്ഞു നമ്മൾ കൗണ്ടേഴ്സിനും എന്തുണ്ടായിരിക്കും, 3 പിൻ ഉണ്ടായിരിക്കും. 3 കൗണ്ടേഴ്സ് ഉണ്ടാവും. ഓരോ കൗണ്ടറിനും എന്തുണ്ടാവും, 3 പിൻസ് ഉണ്ടാവും. അതിനകത്ത് ക്ലോക്കും ഗേറ്റും എന്താണ്, ഇൻപുട്ടാണ്. ഔട്ടായിരിക്കും എന്ത് ജനറേറ്റ് ചെയ്യുന്നത്, നമുക്ക് ഔട്ട്പുട്ട് അവൈലബിൾ ആക്കി തരുന്നത്. എന്തൊക്കെ ഇൻപുട്സ് എന്നൊക്കെ നിങ്ങൾ ക്ലോക്ക് സീർ, ഇതിനകത്ത് നമ്മൾ ഒന്നുകിൽ സിസ്റ്റം ക്ലോക്ക് കണക്ട് ചെയ്യും, അല്ലെങ്കിൽ എക്സ്റ്റേണലി വി ക്യാൻ അപ്ലൈ ക്ലോക്ക്. ഈ ക്ലോക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇതിൻ്റെ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. ആൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഇതിനെ എനേബിൾ ചെയ്യാനോ ഡിസേബിൾ ചെയ്യാനോ യൂസ് ചെയ്യുന്ന പിന്നാണ് ഗേറ്റ്. 0 കൊടുത്തു കഴിഞ്ഞാൽ അത് ഡിസേബിൾഡ് ആകാം, അല്ലെങ്കിൽ 1 കൊടുത്തു കഴിഞ്ഞാൽ എനേബിൾ ആകാം. അത് ഓരോരോ മോഡ് ഓഫ് ഓപ്പറേഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതേപോലെ തന്നെ ഔട്ട് തന്നെ സാധനം, ഔട്ടിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഔട്ട്പുട്ട് വാല്യൂ കിട്ടുന്നത്. അത് സ്ക്വയർ പൾസ് ആവാം, മോണോഷോട്ട് ആകാം, പിന്നെ നേരത്തെ പറയും ഇവൻറ്റ് കൗണ്ട് ആകാം, എന്ത് വേണമെങ്കിലും ആകാം. അത് നമുക്ക് അവൈലബിൾ ആക്കി തരുന്നത് ഈ കൗണ്ടറിൻ്റെ ഔട്ട്പുട്ടിലായിരിക്കും. ഇനി അത് കൂടാതെ ഇൻറ്റേർണൽ ഡാറ്റാ ബസ് ഉണ്ടാകും. ഇതാണ് ഇൻറ്റേർണൽ ഡാറ്റാ ബസ്. എങ്ങോട്ടൊക്കെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, നേരത്തെ പോലെ ഒരു ഡാറ്റാ ബസ് ബഫർ മൈക്രോ പ്രൊസസ്സറൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത സമയത്ത് നമ്മുടെ സിസ്റ്റം ബസ്സിനകത്തുള്ള ഡാറ്റാ ബസ് എങ്ങോട്ട് കണക്ട് ചെയ്യും, ഇതിൻ്റെ ഡാറ്റാ ബഫറിനകത്തേക്ക് കണക്ട് ചെയ്യും. ബഫർ ചെയ്തിട്ടായിരിക്കും ഇതിനകത്തേക്ക് വരുന്നത്. പിന്നെ റീഡ് റൈറ്റ് ലോജിക്, പിന്നെ കൺട്രോൾ വേർഡ് രജിസ്റ്റർ. കൺട്രോൾ വേർഡ് എന്ന് പറഞ്ഞ സാധനം ഇതിൻ്റെ മോഡ് ഓഫ് ഓപ്പറേഷൻ എന്താണെന്ന് ഡിസൈഡ് ചെയ്യുന്ന വാല്യൂ ആണ് എന്ത്, ഈ കൺട്രോൾ വേർഡ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ. കൺട്രോൾ വേർഡിനകത്ത് റൈറ്റ് ചെയ്യുന്ന കൺട്രോൾ വേർഡ് രജിസ്റ്ററിനകത്ത് റൈറ്റ് ചെയ്യുന്ന കൺട്രോൾ വേർഡ് ആയിരിക്കും എന്ത് ഡിസൈഡ് ചെയ്യുന്നത്, ഇൻ വിച്ച് മോഡ് 8254 വർക്ക്. അപ്പോൾ അതാണ് ആക്ച്വലി എന്ത് കൺട്രോൾ വേർഡ് എന്ന് പറഞ്ഞാൽ. ഇനി ഇതിൻ്റെ ഇൻറ്റേർണൽ ഓപ്പറേഷൻ നേരത്തെ പോലെ തന്നെ A0 and A1 ഇതിനകത്തുള്ള രജിസ്റ്റേഴ്സ്, കൺട്രോൾ വേർഡ് ടൈമർ 1 ടൈമർ 0 കൗണ്ടർ 1 കൗണ്ടർ 0 കൗണ്ടർ 2 ഇതിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് എന്ത്, ഈ A0 and A1. റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻ മാത്രമേ ഇതിനകത്ത് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ചിപ്പ് സെലക്ട്, നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ചിപ്പ് സെലക്ട് എന്താണ്, ഈ എൻറ്റയർ തിങ്ങിനെ എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനും, അതായത് 8254-നെ എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനാണ് ആക്ച്വലി എന്ത് യൂസ് ചെയ്യുന്നത്, ഈ ചിപ്പ് സെലക്ട് എന്ന സാധനം യൂസ് ചെയ്യുന്നത്. അപ്പോൾ നോർമലി എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ A0 A1 കഴിഞ്ഞിട്ടുള്ള A2 മുതൽ A8 വരെയുള്ള A7 വരെയുള്ള അഡ്രസ് ലൈൻസിലുള്ള പിൻസൊക്കെ കൂടെ ഒരു പെർട്ടിക്കുലർ അഡ്രസ് ഡീകോഡിങ് സർക്യൂട്ടിനകത്തേക്ക് കടത്തിവിടും. ആ ഒരു അഡ്രസ്സ് വരുന്ന സമയത്ത് മാത്രം എന്ത് ചെയ്യും, 8254 എന്ത് ചെയ്യും, സെലക്ട് ചെയ്യും. A0 ഇത് 00 ആണെങ്കിൽ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ രണ്ടും കൺട്രോൾ രജിസ്റ്റർ A0 A1 11 ആകുമ്പോഴാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ. 00 ആണെങ്കിൽ കൗണ്ടർ 0, 01 ആണെങ്കിൽ കൗണ്ടർ 1,
10 ആണെങ്കിൽ കൗണ്ടർ 2 ആൻഡ് 11 ആണെങ്കിൽ കൺട്രോൾ രജിസ്റ്റർ, അതായിരിക്കും സെലക്ട് ചെയ്യുക. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ബ്ലോക്ക് ഡയഗ്രം എന്ന് പറയുക. ഇതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ D0 to D7 ഡാറ്റ ബസ് ഉണ്ടാകും. ഇവിടെ 1 to 8 ബസ്സാണ്. ഇനി ക്ലോക്ക് 0, ഔട്ട് 0, ഗേറ്റ് 0, ഇത് കൗണ്ടർ 0-നുള്ളതാണ്. പിന്നെ ഒരു ഗ്രൗണ്ട്, പിന്നെ അതേപോലെ ക്ലോക്ക് 1, ഗേറ്റ് 1, ഔട്ട് 1, ഇത് കൗണ്ടർ 1-നുള്ളതാണ്. അതേപോലെ തന്നെ ക്ലോക്ക് 2, ഔട്ട് 2, ഗേറ്റ് 2, ഇത് 2-നുള്ളതാണ്, കൗണ്ടർ 2-നുള്ളതാണ്. ഇനി A0 and A1 നമ്മളിവിടെ കാണിച്ച A0 and A1, ചിപ്പ് സെലക്ട്, റീഡ് ബാർ, റൈറ്റ് ബാർ ആൻഡ് VCC, ഇത്രയും പിന്നാണ് ഇതിനകത്തുള്ളത്. ഓക്കെ, സോ ടോട്ടലി 24 പിൻ. ഇനി the control registry is accessed when A0 and A1 are logic 1. A0 and A1 1 ആകുമ്പോഴാണ് കൺട്രോൾ രജിസ്റ്റർ എന്ത് ആക്സസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ് ടു റൈറ്റ് കമാൻഡ് വേർഡ് വിച്ച് സ്പെസിഫൈ ദി കൺട്രോൾ കൗണ്ടർ ടു ബി യൂസ്ഡ്. ഏത് കൗണ്ടറാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ഏത് മോഡ് ഓഫ് ഓപ്പറേഷനാണ് യൂസ് ചെയ്യുന്നതൊക്കെ തീരുമാനിക്കുന്നത് ഈ കൺട്രോൾ വേർഡിനകത്തുള്ള കൺട്രോൾ രജിസ്റ്ററിനകത്തുള്ള ഡാറ്റയായിരിക്കും. ആ റീഡ് റൈറ്റ് ഓപ്പറേഷൻ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. കൺട്രോൾ വേർഡ് ഫോമാറ്റ് ഷോണിൻ എന്തൊക്കെയാണ് കൺട്രോൾ വേർഡ് ഫോമാറ്റിനകത്തുള്ളതെന്ന് നോക്കാൻ പറ്റും. ഇതാണ് കൺട്രോൾ വേർഡ്. D7 പിൻ S0, SEC1, SEC0. ഇത് സെലക്ട് കൗണ്ടർ എന്നാണ്. SC തന്നെ സെലക്ട് കൗണ്ടർ, ഏത് കൗണ്ടറിലാണ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് ആക്ച്വലി എന്ത് തീരുമാനിക്കുന്നത്, കൗണ്ടർ സെലക്ട് എന്നതിനകത്ത് തീരുമാനിക്കുന്നത്. ഇത് രണ്ടും 0-0 ആണെങ്കിൽ കൗണ്ടർ 0 ആയിരിക്കും ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. 0-1 ആണെങ്കിൽ കൗണ്ടർ 1, 1-0 ആണെങ്കിൽ കൗണ്ടർ 2 ആൻഡ് 1-1 ആണെങ്കിൽ റീഡ് ബാക്ക് കമാൻഡ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 8254-നകത്തുള്ള ഫീച്ചറാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. അപ്പം റീഡ് ബാക്ക് കമാൻഡ് എന്നാണ് സാധനം 1-1 ആണെങ്കിൽ. ഇനി RW1, RW0, അപ്പം അത് രണ്ടും ആക്ച്വലി എന്ന് വെച്ച് കഴിഞ്ഞാൽ റീഡ് റൈറ്റ് ഓപ്പറേഷൻ എങ്ങനെയാണെന്നുള്ളതാണ്. നമുക്ക് 16 ബിറ്റ് കൗണ്ടറാണുള്ളത് അല്ലേ. 16 ബിറ്റ് കൗണ്ടർ ആകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കതിനകത്ത് രണ്ട് രീതിയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഒന്നിക്ക് 8 ബിറ്റായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 16 ബിറ്റ് കൗണ്ടറായിട്ട് യൂസ് ചെയ്യാം. 16 ബിറ്റ് കൗണ്ടർ ആകുന്ന സമയത്ത് നമുക്ക് രണ്ട് പ്രാവശ്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, റൈറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഇതിനകത്ത് ഡാറ്റ എന്ന് പറയുന്ന സാധനം എന്താണ്, 8 ബിറ്റാണ്. അപ്പം രണ്ട് പ്രാവശ്യമായിട്ട് വേണം റൈറ്റ് ചെയ്യാൻ. അപ്പോൾ RW1ഉം RW0യും 00 ആണെങ്കിൽ കൗണ്ടർ ലാച്ച് കമാൻഡാണ്. അത് നമുക്ക് എന്താണെന്നുള്ളത് കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കാം. കൗണ്ടർ ലാച്ച് കമാൻഡ്, കൗണ്ടർ നമുക്ക് ലാച്ച് ചെയ്തിട്ട് ഏതാണ് അതിൻ്റെ വാല്യൂസ് എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നവരുണ്ട്. ഇനി 01 ആണെങ്കിൽ റീഡ് റൈറ്റ് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബൈറ്റ് ഓൺലി. LSB മാത്രം റൈറ്റ് ചെയ്യുക, ഒരു 8 ബിറ്റ് മാത്രമായിട്ട് യൂസ് ചെയ്യാം ഇതിനകത്ത്. അങ്ങനെയാണെങ്കിൽ 01 ആയിരിക്കും യൂസ് ചെയ്യുക. അതായത് കൗണ്ട് വാല്യൂ LSB മാത്രം റൈറ്റ് ചെയ്യുക, ബാക്കി 00 ആയിട്ട് കൺസിഡർ ചെയ്യും. 10 ആണെങ്കിൽ റീഡ് റൈറ്റ് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഓൺലി. അപ്പോൾ അതിനകത്ത് MSBയിൽ മാത്രം റൈറ്റ് ചെയ്യും, LSB എന്തായിട്ട് കൺസിഡർ ചെയ്യും, 00 ആയിട്ട് കൺസിഡർ ചെയ്യും. ഇനി ഇത് രണ്ടും 11 ആണെങ്കിൽ റീഡ് റൈറ്റ് ഫസ്റ്റ് പിന്നെ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫസ്റ്റ്, ദെൻ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് നെക്സ്റ്റ്, അങ്ങനെയായിട്ട് കൺസിഡർ ചെയ്യും. അതായത് 16 ബിറ്റ് ഡാറ്റ റൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം LSB ആദ്യം റൈറ്റ് ചെയ്യും, ദെൻ MSB റൈറ്റ് ചെയ്യും. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ബിറ്റും എന്തായിരിക്കണം, 11 ആയിരിക്കണം. ഇത് 00 ആണെങ്കിൽ കൗണ്ടർ ലാച്ച് കമാൻഡ് ആയിട്ട് വരും. 01 ആണെങ്കിൽ LSB മാത്രം റൈറ്റ് ചെയ്യും, MSB 00 ആയിട്ട് കൺസിഡർ ചെയ്യും. അടുത്തത് 10 ആണെങ്കിൽ MSBയിൽ മാത്രം റൈറ്റ് ചെയ്യും, LSB 00 ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, ഇനി ഇതിൻ്റെ മോഡ് ഓഫ് ഓപ്പറേഷൻ ഡിസൈഡ് ചെയ്യുന്നതാണ് എന്ത്, അടുത്ത 3 ബിറ്റും. 00 ആണെങ്കിൽ മോഡ് 0, 001 ആണെങ്കിൽ മോഡ് 1, 010 ആണെങ്കിലും 110 ആണെങ്കിലും എന്തായിരിക്കും, മോഡ് 2. എക്സിന് കൊടുത്തിരിക്കുന്നതാണ്. 111 ആണെങ്കിലും 1011 ആണെങ്കിലും എന്തായിരിക്കും, മോഡ് 2. 100 ആണെങ്കിൽ മോഡ് 4, 101 ആണെങ്കിൽ മോഡ് 5. അപ്പം മോഡ് സെലക്ഷനാണ് എന്ത്, നെക്സ്റ്റ് 3 ബിറ്റ് എന്ന് പറയുന്ന സാധനം മോഡ് സെലക്ഷനാണ്. ലാസ്റ്റ് ബിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് BCD ആയിട്ടും ബൈനറി ആയിട്ടും എന്ത് ചെയ്യാൻ പറ്റും, കൗണ്ട് ചെയ്യാൻ പറ്റും. അപ്പം BCD ഫാഷനിൽ കൗണ്ട് ചെയ്യണോ ബൈനറി ഫാഷനിൽ കൗണ്ട് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നതാണ് നെക്സ്റ്റ് ബിറ്റ്. ബൈനറി ആണെങ്കിൽ 01 ആണെങ്കിൽ BCDയിലായിരിക്കും. ഓക്കെ, ഇതാണ് അതിൻ്റെ കൺട്രോൾ വേർഡ് എന്നാണ് സാധനം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കൺട്രോൾ വേർഡ് കൺട്രോൾ രജിസ്റ്ററിനകത്തേക്ക് റൈറ്റ് ചെയ്യുക. റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു പെർട്ടിക്കുലർ മോഡ് ഓഫ് ഓപ്പറേഷൻ എന്ത് ചെയ്യും, വർക്ക് ചെയ്തോളൂ. ഈ പ്രോഗ്രാമിംഗ് 8255 എങ്ങനെയാണ് 8255 പ്രോഗ്രാം ചെയ്യുക. 8254 can be programmed to provide various types of output through the write operations or check a count while continuing through a read write operations. The details of these operations are given below.
അതായത് നമുക്ക് ഏത് ടൈപ്പ് ഓപ്പറേഷനാണോ എങ്ങനെയാണോ പെർഫോം ചെയ്യേണ്ടതെന്ന് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഒരു കൗണ്ട് വാല്യൂ അല്ലെങ്കിൽ ഒരു കൺട്രോൾ വേർഡ് നമ്മൾ ആദ്യം കൺട്രോൾ ലിസ്റ്റിനകത്തേക്ക് റൈറ്റ് ചെയ്യും. ദെൻ കൗണ്ട് വാല്യൂ എത്രയാണോ അത് ആ ഒരു പെർട്ടിക്കുലർ കൗണ്ടറിനകത്തേക്ക് റൈറ്റ് ചെയ്താൽ മതി. എന്തൊക്കെയാണ് ഇനീഷ്യലൈസ് ചെയ്യേണ്ടത്, എങ്ങനെ എന്തൊക്കെ ഇനീഷ്യലൈസ് ചെയ്യ കൗണ്ടർ എന്തൊക്കെയാണ് സ്റ്റെപ്സ് നോക്കി നോക്ക്. റൈറ്റ് എ കൺട്രോൾ വേർഡ് ഇൻ ടു കൺട്രോൾ രജിസ്റ്റർ, ലോഡ് ലോവർ ഓർഡർ ബൈറ്റ് ഇൻ ടു ദി കൗണ്ടർ രജിസ്റ്റർ, ദെൻ ഹയർ ഓർഡർ ബൈറ്റ് ഇൻ ടു ദി കൗണ്ടർ രജിസ്റ്റർ. അപ്പോൾ ആദ്യം കൺട്രോൾ വേർഡ് റൈറ്റ് ചെയ്യുക, ദെൻ കൗണ്ടറിനകത്ത് കറസ്പോണ്ടിങ് കൗണ്ടറിനകത്ത് കൗണ്ട് വാല്യൂ റൈറ്റ് ചെയ്താൽ മതി. അത് 16 ബിറ്റ് ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ 16 ബിറ്റും റൈറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ലോവർ ഓർഡർ 8 ബിറ്റ് മാത്രം റൈറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഹയർ ഓർഡർ 8 ബിറ്റ് മാത്രം റൈറ്റ് ചെയ്യാം. ഓക്കെ, ഇനി 8254ൻ്റെ മോഡ്സ് ഓഫ് ഓപ്പറേഷനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു 6 ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ഉണ്ട്. അതായത് 0, 1, 2, 3 അപ് ടു എന്താണ് അപ് ടു 5 വരെ ഉണ്ടാകും. അപ്പം മോഡ് 0 എന്നാണ്. മോഡ് 0നെ നോർമലി നമ്മൾ പറയുന്നത് ഇൻട്രപ്റ്റ് ഓൺ ടെർമിനൽ കൗണ്ട് എന്നാണ്. ഇൻട്രപ്റ്റ് ഓൺ ടെർമിനൽ കൗണ്ട്. ഇൻ ദിസ് മോഡ് ഇനീഷ്യലി ഔട്ട് ഈസ് ലോ. നമ്മൾ നേരത്തെ പറഞ്ഞു ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എവിടെ അവൈലബിൾ ആവുന്നത്, ഔട്ട് എന്ന് പറഞ്ഞാൽ പിന്നിലായിരിക്കും. ഔട്ട്പുട്ട് എപ്പോഴും അവൈലബിൾ ആവുന്നത് ഈ ഔട്ട് എന്ന് പറഞ്ഞാൽ പിന്നിലായിരിക്കും. മനസ്സിലായില്ലേ? ഇപ്പോൾ കൗണ്ടർ 2ൻ്റെ ഔട്ട് ഇതാണ്, കൗണ്ടർ 1ൻ്റെ ഔട്ട് ഇതാണ്, കൗണ്ടർ 0യുടെ ഔട്ട് ഇതാണ്. അപ്പം ഔട്ട് എപ്പോഴും അവൈലബിൾ ആവുന്നത് എന്തായിരിക്കും, ഔട്ട് എന്ന് പറഞ്ഞാൽ പിന്നിലായിരിക്കും. അപ്പോൾ മോഡ് 0 ഓപ്പറേഷനകത്ത് എന്താ നടക്കുന്നത്, ഇനീഷ്യലി ഔട്ട് ഈസ് ലോ. ഇനീഷ്യലി എന്തായിരിക്കും, മോഡ് 0 ആണ് സെലക്ട് ചെയ്തെങ്കിൽ ഔട്ട് ലോ ആയിരിക്കും. Once a count is loaded into the register, the counter is decremented every cycle, clock cycle. അപ്പോൾ കൗണ്ട് നമ്മൾ കൗണ്ടറിനകത്തേക്ക് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ, ലാച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വാല്യൂ നമ്മൾ റൈറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൗണ്ടർ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഡിക്രിമെൻറ്റ് ചെയ്യാൻ തുടങ്ങും. ഓരോ ക്ലോക്ക് പൾസസിനനുസരിച്ചിട്ടും ഇതെന്ത് ചെയ്തുകൊണ്ടിരിക്കും, ഡിക്രിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഈ കൗണ്ടറിനകത്തേക്ക് ഇപ്പം ഫസ്റ്റിൽ ഇനീഷ്യലി ഇതെന്തായിരിക്കും, ലോ ആയിരിക്കും അല്ലേ. മോഡ് 0ൽ ഇത് ലോ ആയിരിക്കും. കൗണ്ട് വാല്യൂ ഞാനിപ്പോൾ 85 എന്ന് പറഞ്ഞൊരു വാല്യൂ എവിടെ റൈറ്റ് ചെയ്യുന്നു, ഈ കൗണ്ടർ 0നകത്തേക്ക് റൈറ്റ് ചെയ്തു. റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇൻപുട്ട് ക്ലോക്കിനകത്തുള്ള ഓരോ ക്ലോക്ക് പൾസിനകത്തും എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ഇത് 84, 83, 82, 81, 80 എന്നൊക്കെ പറഞ്ഞിങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. കുറഞ്ഞിട്ട് എന്ത് സംഭവിക്കും, when the count reaches 0 the out goes high. കൗണ്ട് 0 ആകുന്ന സമയത്ത് ഔട്ട് എന്ത് ചെയ്യും, ഹൈ ആയിട്ട് നിൽക്കും. ദിസ് ക്യാൻ ബി യൂസ്ഡ് ആസ് എൻ ഇൻട്രപ്റ്റ്. ഇത് നമുക്ക് വേണമെങ്കിൽ എന്തായിട്ട് യൂസ് ചെയ്യാം, ഒരു ഇൻട്രപ്റ്റായിട്ട് യൂസ് ചെയ്യാം. അതായത് ഇത്ര ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഇൻട്രപ്റ്റായിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഈ മോഡ് 0ന് എന്ത് പേര് കൊടുത്തിരിക്കുന്നത്, ഇൻട്രപ്റ്റ് ഓൺ ടെർമിനൽ കൗണ്ട്. കൗണ്ടിൻ്റെ ടെർമിനൽ, അതായത് കൗണ്ടിൻ്റെ അവസാനം എന്ത് ജനറേറ്റ് ചെയ്യും, ഇൻട്രപ്റ്റ് ജനറേറ്റ് ചെയ്യും. ഇൻട്രപ്റ്റ് ഓൺ ടെർമിനൽ കൗണ്ട്. ദ ഔട്ട് ഈസ് high until the new count or command word is loaded. അടുത്തൊരു കൗണ്ട് വരുമോ, അടുത്തൊരു കമാൻഡ് വേർഡ് നമ്മൾ റൈറ്റ് ചെയ്യുന്നവരെ ഈ ഔട്ട് എന്ന് പറഞ്ഞ സാധനം എന്തായിട്ട് കണ്ടിന്യൂ ചെയ്യും, ഹൈ ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യും. സോ ഇനീഷ്യലി ഇതെന്തായിരിക്കും, ഹൈ ആയിരിക്കും. നീറ്റായിട്ട് വയ്ക്കാം. ഇനീഷ്യലി ഇത് ലോ ആയിരിക്കും, ഔട്ട് എന്തായിരിക്കും, ലോ ആയിരിക്കും. വെൻ കൗണ്ട് ഈസ് ലോഡഡ് ഇൻ ടു ദി counter register, each clock pulse the count value is decremented. When it reaches 0 the out become high. എത്ര നേരം വരെ, നെക്സ്റ്റ് കൗണ്ട് വാല്യൂ ലോഡ് ചെയ്യുന്നവരെ ഇതെന്തായിക്കൊണ്ടിരിക്കും, ഹൈ ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യും. നെക്സ്റ്റ് കൗണ്ട് പിന്നെ കമാൻഡ് വാല്യൂ സ്റ്റോർ ചെയ്യുകയോ കൗണ്ട് സ്റ്റോർ ചെയ്യാൻ ട്രൈ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്തായിട്ട് മാറും, ലോ ആയിട്ട് മാറും. ഓക്കെ, ഇതാണ് ഫസ്റ്റ്. ഇത് നമുക്ക് എന്തായിട്ട് യൂസ് ചെയ്യാം, ഒരു ഇൻട്രപ്റ്റായിട്ട് യൂസ് ചെയ്യാം. ഒരു പെർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇൻട്രപ്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാം. നെക്സ്റ്റ്, ഹാർഡ്വെയർ റീട്രിഗറബിൾ വൺ ഷോട്ട്. ഇൻ ദിസ് മോഡ് ഔട്ട് ഈസ് ഇനീഷ്യലി ഹൈ. ഈ മോഡിൽ ഔട്ട് എന്തായിരിക്കും, ഇനീഷ്യലി ഹൈ ആയിരിക്കും. വെൻ ദി ഗേറ്റ് ഈസ് ട്രിഗേർഡ് ദ ഔട്ട് ഗോസ് ലോ. ഗേറ്റ് ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട് എന്തായിട്ട് മാറും, ലോ ആയിട്ട് മാറും. ആൻഡ് ദി എൻഡ് ഓഫ് ദി കൗണ്ട് ദി ഔട്ട് ഗോസ് ഹൈ അഗെയിൻ. കൗണ്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ഓരോ ക്ലോക്ക് പൾസിലും ഡിക്രിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കൗണ്ട് ലോ ആയിക്കഴിഞ്ഞാൽ, കൗണ്ട് 0 ആയിക്കഴിഞ്ഞാൽ ഇറ്റ് ബിക്കം അഗെയിൻ ഹൈ.
ദിസ് ഈസ് ജനറേറ്റിംഗ് വൺ ഷോട്ട് പൾസ്. ഇത് നമുക്ക് എന്തായിട്ട് യൂസ് ചെയ്യാം? ഒരു വൺ ഷോട്ട് പൾസ് അല്ലേ ഇത്? അപ്പോൾ ഇതെന്തായിരിക്കും? ഇത് എന്തിന് ഈക്വലായിരിക്കും? ഇത് നമ്മളെ കൗണ്ടിന് ഈക്വലായിരിക്കും അല്ലേ? എന്തിന് ഈക്വലായിരിക്കും? ഇത് കൗണ്ടിന് ഈക്വലായിരിക്കും. നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുന്ന കൗണ്ട് എത്രയാണോ ആ കൗണ്ടിൻ്റെ വാല്യൂവിന് ഈക്വലായിരിക്കും ഈ ടൈം ഡിലേ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ എന്താ ഇത് സംഭവിക്കുന്നത്? ഇനീഷ്യലി ഔട്ട് എന്തായിരിക്കും? ഹൈ ആയിരിക്കും. വെൻ ഗേറ്റ് ഈസ് ട്രിഗേർഡ്, ഗേറ്റിനകത്തൊരു ട്രിഗർ കൊടുത്തു കഴിഞ്ഞാൽ, ട്രിഗർ എന്ന് പറഞ്ഞാൽ ഒരു പൾസ്, ഒരു സ്പൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഗോസ്, ഔട്ട്പുട്ട് ഗോസ് ലോ ആൻഡ് at the end of the count it become again high. When the gate is triggered, the out goes low, and at the end of the count the out goes high again, thus generating one shot pulse. അപ്പോൾ ഇത് ഒരു വൺ ഷോട്ട് പൾസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ജനറേറ്റ് ചെയ്തിരിക്കും. മനസ്സിലായോ? ഇതിൻ്റെ നമുക്കിത് കാണാം. എന്താണ് എൻ്റെ ഫിഗർ ആണ്. ഫസ്റ്റ് മോഡ് 0 നോക്കിയാൽ, മോഡ് 0ന് ക്ലോക്ക്, ഇതാണ് ക്ലോക്ക് പൾസ്. നമ്മൾ ഗേറ്റിൽ കൊടുക്കുന്ന, ക്ലോക്കിൽ കൊടുക്കുന്ന സംഭവം. അപ്പോൾ വൺസ് കൗണ്ട് റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇതാണ് റൈറ്റ് ഓപ്പറേഷൻ ആണ്. റൈറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അപ്പോൾ 4 ആണ് കൗണ്ട് എന്നിരിക്കാം. റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? 4 ഉള്ളത് അടുത്ത ക്ലോക്ക് പൾസിൽ എന്ത് ചെയ്യും? 3 ആകും. അടുത്തതിൽ ഉണ്ടല്ലേ 2 ആകും. അടുത്തതിൽ 1 ആകും. അടുത്തതിൽ 0 ആകും. 0 ആയി കഴിഞ്ഞ ഉടനെ എന്ത് ചെയ്യും? ഈ ഔട്ട് എന്ത് ചെയ്യും? ഇനീഷ്യലി ലോ ആയിട്ടുള്ള ഔട്ട് എന്ത് ചെയ്യും? പെട്ടെന്ന് ഹൈ ആകും. എവിടെ വരെ? നെക്സ്റ്റ് ഇതാവുന്ന വരെ. മനസ്സിലായില്ലേ പറഞ്ഞത്? ഇവിടെ ഗേറ്റിന് എന്തില്ല? വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ഗേറ്റ് ഹൈ ആയാലും ലോ ആയാലും ഇഷ്യൂസ് ഇല്ല ഇവിടെ. ഓക്കെ, ഇനി സെക്കൻഡ് മോഡ് 1 എന്ന് പറയുന്നത്. മോഡ് 1-നകത്ത് എങ്ങനെയാണ്? ഇനീഷ്യലി ഔട്ട് എന്തായിരിക്കും? ഹൈ ആയിരിക്കും. ഇനീഷ്യലി ഔട്ട് ഹൈ ആണ്. വെൻ ട്രിഗർ ഈസ് അപ്ലൈഡ് ഇൻ ദി ഗേറ്റ്, ട്രിഗർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കും? ട്രിഗർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കൗണ്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കണ്ടില്ല? ട്രിഗർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കൗണ്ട് റിഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ? 4ന് 3 ആകും, 2 ആകും, 1 ആകും, 0 ആകും. അപ്പം ട്രിഗർ അപ്ലൈ ചെയ്ത് ഉടനെ തന്നെ ഏതും ലോ ആകും, ഔട്ടും ലോ ആകും. കൗണ്ട് ഓരോ ക്ലോക്ക് പൾസിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? റിഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴാണ് കൗണ്ട് 0 ആകുന്നത് അപ്പോഴെന്തായിരിക്കും? ഔട്ട് ഹൈ ആകും. അപ്പോൾ ഇതൊരു മോണോപൾസായി മാറും. ഈ മോണോപൾസിന് അതിൻ്റെ ടൈം എന്ന് പറയുന്ന സാധനം ഏതിന് ഈക്വലായിരിക്കും? നമ്മുടെ കൗണ്ടിന് ഈക്വലായിരിക്കും. ഇനി മോഡ് 2 ഓപ്പറേഷൻ എന്താണെന്ന് നോക്കാം നമുക്ക്. റേറ്റ് ജനറേറ്റർ എന്ന് തന്നെ പറയാം. റേറ്റ് ജനറേറ്റർ ഇൻ മോഡ് 2 ഓപ്പറേഷൻ ഈസ് യൂസ് ടു ജനറേറ്റ് എ പൾസ് ഈക്വൽ ടു ദി ക്ലോക്ക് പീരിയഡ് അറ്റ് ഗിവൺ ഇൻ്റർവൽ. വെൻ count is loaded, the out stays high until the count reaches 1. When the out goes ഇതിനകത്തെന്താ മോഡ് 0-നകത്ത് എന്താ സംഭവിക്കുന്നത്? റേറ്റ് ജനറേറ്റർ മോഡ് 2 അല്ലെങ്കിൽ റേറ്റ് ജനറേറ്റർ. ഇതിനകത്ത് എന്താ സംഭവിക്കുന്നത്? ദിസ് മോഡ് ഈസ് യൂസ് ടു ജനറേറ്റ് എ പൾസ് ഈക്വൽ ടു ക്ലോക്ക് പീരീഡ് അറ്റ് എ ഗിവൺ ഇൻ്റർവൽ. ഒരു പൾസ് ജനറേറ്റ് ചെയ്യും. എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത്? നമ്മുടെ ക്ലോക്കിന് ഈക്വൽ ആയിട്ടുള്ളൊരു പൾസ് ജനറേറ്റർ. വെൻ കൗണ്ട് ഈസ് ലോഡഡ്, ദ ഔട്ട് സ്റ്റേസ് ഹൈ അൺടിൽ ദി കൗണ്ട് റീച്ചസ് 1 ആൻഡ് ഔട്ട് ഗോസ് ലോ ഫോർ ദി ലാസ്റ്റ് കൗണ്ട് വാല്യൂ. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് നമുക്ക് ക്ലോക്ക് പീരീഡിനകത്ത് നമുക്ക് നോക്കാം. ഇതല്ല റേറ്റ് ജനറേറ്റർ എന്ന് പറഞ്ഞാൽ. റേറ്റ് ജനറേറ്ററിനകത്ത് ഔട്ട്പുട്ട് ഇനീഷ്യലി എന്തായിരിക്കും? ഹൈ ആയിരിക്കും. ആ ഹൈ നമ്മൾ പിന്നെ കൗണ്ട് വാല്യൂ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് സംഭവിക്കും? ഈ വാല്യൂ കൗണ്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഡിക്രിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഔട്ട് നോർമലി ഹൈ ആയിരിക്കും. എവിടം വരെ? ലാസ്റ്റ് 1 കൗണ്ട് വാല്യൂ 1 ആവുന്ന വരെ. ഇതുവരെ 0 ആയിരുന്നു നമ്മൾ പറഞ്ഞത്. കൗണ്ട് വാല്യൂ 1 ആവുന്ന വരെ 0 ആയിരിക്കും. 0 ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? 0 ആയി കഴിഞ്ഞാൽ ഉടനെ നേരെ ലോ ആകും. ലോ ആയിട്ട് ദെൻ ഹൈ ആകും. എപ്പോഴാണ് ഹൈ ആവുന്നത്? അത് 0 ആകുമ്പോൾ. മനസ്സിലായോ? അതായത് 0 ആകുമ്പോൾ അതെന്തായിരിക്കും? അത് ലോ ഹൈ ആയിട്ട് അഗൈൻ മാറും. അപ്പം ഈ കൗണ്ട് എന്ന് പറയുന്ന സാധനം ഇവിടെ മുതൽ ഇവിടെ വരെ എന്തായിരിക്കും? ഒരു പൾസാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഏതിന് ഈക്വലായിട്ടുള്ള നമ്മൾ കൗണ്ട് വാല്യൂന് ഈക്വലായിട്ടുള്ള പൾസാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഇതിനകത്തൊന്നുമില്ല. ഇത് സിമ്പിളാണ്. ഇനീഷ്യലി ഇത് ഔട്ട് എന്തായിരിക്കും? ഹൈ ആയിരിക്കും. നമ്മൾ കൗണ്ട് വാല്യൂ ലോഡ് ചെയ്യുന്നു. കൗണ്ട് ഓരോ ക്ലോക്ക് പൾസിലും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? റെഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കൗണ്ട് വാല്യൂ 1 ആവുന്ന സമയത്ത് ഈ ഔട്ട് എന്തായിട്ട് മാറും? ലോ ആയിട്ട് മാറും. ദെൻ കൗണ്ട് വാല്യൂ നെക്സ്റ്റിൽ എന്തായി മാറും? 0 ആവില്ലേ? 0 ആകുമ്പോൾ അത് അഗെയിൻ ഹൈ ആയിട്ട് മാറും.
അപ്പോൾ ഇതൊരു പൾസറല്ലേ ജനറേറ്റ് ചെയ്യുന്നത്. ഇത്ര നേരത്തെ വൺ ഷോട്ട് ആയിരുന്നു, ഇവിടെ നമുക്ക് പൾസ് ആയിരുന്നു. ആ പൾസ് എന്ന് പറഞ്ഞ സാധനം ഏതിന് ഈക്വലാണ്? നമ്മൾ കൗണ്ടിന് ഈക്വലാണ്. ലാസ്റ്റിലത്തെ പിന്നെ ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ ഒരു ക്ലോക്ക് പൾസിന്, അതായത് നമ്മൾ ഈ സിസ്റ്റം ക്ലോക്ക് പൾസിൻ്റെ ഒരു ടൈം പീരീഡിന് ഈക്വലായിരിക്കും ഇത്. ഇതിനകത്തുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് കൗണ്ട് വാല്യൂ എന്തായിട്ട് കൊടുക്കാൻ പറ്റില്ല? 1 കൊടുക്കാൻ പറ്റില്ല. 1ന് എബോളുള്ള വാല്യൂ മാത്രമേ എന്തായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ? ഇവിടെ റേറ്റ് ജനറേറ്റർ മോഡിനകത്ത് കൗണ്ടായിട്ട് കൊടുക്കാൻ പാടുള്ളൂ. മനസ്സിലായല്ലോ? ഇവിടെ ഇനീഷ്യലി ഔട്ട് എന്തായിരിക്കും? ഹൈ ആയിരിക്കും. അത് ചെയ്യുന്നത്. ഇനി മോഡ് 3 സ്ക്വയർ വേവ് ജനറേറ്റർ. സ്ക്വയർ വേവ് ജനറേറ്ററിനകത്ത് നോക്കിക്കാം നമുക്ക്. മോഡ് 3 ഇതാണ്. ഇനീഷ്യലി എന്തായിരിക്കും? ഔട്ട് എന്ന് പറഞ്ഞ സംഭവം ഹൈ ആയിരിക്കും. ഇവിടെ നമുക്ക് അത് തന്നെ നോക്കാം. ഇൻ ദിസ് മോഡ് വെൻ കൗണ്ട് ഈസ് ലോഡഡ് ഔട്ട് ഈസ് ഹൈ. കൗണ്ട് ലോഡ് ചെയ്യുന്ന സമയത്ത് ഔട്ട് എന്തായിരിക്കും? ഹൈ ആയിരിക്കും. ഇത് കൗണ്ട് ഈസ് ഡിക്രിമെൻറ്റഡ് ബൈ 2. ഇവിടെ നേരത്തെ നമ്മൾ ഓരോ ക്ലോക്ക് പൾസിലാണ് കൗണ്ട് ഡിക്രിമെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ കൗണ്ട് ഡിക്രിമെൻറ്റ് ചെയ്യുന്നത് കൗണ്ട് ഈസ് ഡിക്രിമെൻറ്റഡ് ബൈ 2. കൗണ്ട് ഡിക്രിമെൻറ്റ് ചെയ്യുന്നത് 2 ആയിട്ടാണ് അല്ലേ? നേരത്തെ കൗണ്ട് 1 കുറയുള്ളൂ, ഇവിടെ 2 കുറയും. ഓരോ ക്ലോക്ക് പൾസിലും 2 വെച്ചിട്ട് എന്ത് ചെയ്യും? കുറയും. അതിൻ്റെ എന്ത് ചെയ്യും? കൗണ്ട് 0 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൈന്ന് എന്തിലേക്ക് വരും? ലോയിലേക്ക് വരും. എന്നിട്ട് അഗെയിൻ ഈ കൗണ്ട് വാല്യൂ എന്ത് ചെയ്യും? റീലോഡ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ഡിക്രിമെൻറ്റ് ചെയ്തിട്ട് അഗെയിൻ 0 ആകുന്ന വരെ എന്ത് ചെയ്യും? അത് ലോയിൽ തന്നെ നിൽക്കും. അഗെയിൻ അത് ഹൈയിലേക്ക് പോകും. പിന്നെ എന്ത് ചെയ്യും? ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലായി പറഞ്ഞത്? ഇവിടെ ഇതിനകത്ത് കാണിച്ചത്. അപ്പം ഇതാണ് സ്ക്വയർ വേവ് ജനറേറ്റർ. ഇനീഷ്യലി ഹൈ ആണെന്ന് വിചാരിക്കും. കൗണ്ട് ലോഡ് ചെയ്യുന്നു. കൗണ്ട് ഓരോ ക്ലോക്ക് പൾസിലും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? 2 വെച്ച് അടി വരുന്നത്. 4 2 ആയി, 2 0 ആയി. 0 ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും? ലോയിലേക്ക് പോയി. അഗെയിൻ 4 വെച്ചിട്ട് എന്ത് ചെയ്യും? ലോഡ് ചെയ്യും. എന്നിട്ട് 2 വെച്ച് ഡിക്രിമെൻറ്റ്, ഓരോ ക്ലോക്ക് പൾസിലും 2 വെച്ച് ഡിക്രിമെൻറ്റ് ചെയ്യും. 2 0 0 ആയി കഴിഞ്ഞാൽ ഹൈ ആയിട്ട് പോകും. പിന്നെ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈക്വൽ ഇതുള്ള ഒരു സ്ക്വയർ പൾസ് കിട്ടും. ആദ്യം ലോ, ദെൻ ഹൈ, ലോ ഹൈ, ലോ ഹൈ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇതിനകത്ത് ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഡ് നമ്പറാണ് കൗണ്ട് വാല്യൂ കൊടുക്കുന്നതെങ്കിൽ ചെറിയൊരു ഇഷ്യൂസ് ഉണ്ടാവും. എന്താ ഇഷ്യൂ? നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടില്ല? ഈക്വലായിട്ട് കിട്ടില്ല. അപ്പോൾ ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ n+1/1 ഓൺ ടൈമും n+1/2 ക്ലോക്ക് സൈക്കിൾസ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഓൺ ടൈമും n-1/2 ക്ലോക്ക് സൈക്കിൾസ് ഇതിനകത്ത് കിട്ടും, ഓഫ് ടൈം ആയിട്ട് കിട്ടും അല്ലേ? അങ്ങനെയല്ലേ? ഇപ്പോൾ 9 കൊടുത്തതെന്നായിരിക്കാം. 9നെ നമുക്ക് 4.5 എന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 4.5 ഓൺ ടൈമും 4.5 ഓഫ് ടൈം ആക്കാൻ പറ്റില്ല. അപ്പോൾ അതിനെന്താ ചെയ്യുക? 5ഉം 4 ആക്കും. n+ എന്ന് പറഞ്ഞാൽ n+1/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? n 9 ആണെങ്കിൽ 10/2 ഇത് എത്രയാണ്? 5 അല്ലേ? അപ്പം 5 ഓൺ ടൈമും 5 ക്ലോക്ക് പീരീഡ് ഓൺ ടൈമും 4 ക്ലോക്ക് പീരീഡ് ഓഫ് ടൈം ആയിരിക്കും. ഇത് ഓണും ഇത് ഓഫ് ടൈം ആയിരിക്കും. ഓക്കെ, ഇത് ഓഫ് ടൈം ആയിട്ടുള്ള ഒരു ക്ലോക്ക് പൾസ് ആയിരിക്കും കിട്ടുക. ഓൺ ടൈം കൂടുതലും ഓഫ് ടൈം കുറവുള്ളൊരു ക്ലോക്ക് പൾസ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, ഇതാണ് ഇതിനകത്ത് മോഡ് 3 അല്ലെങ്കിൽ സ്ക്വയർ വേവ് ജനറേറ്റർ എന്ന് പറഞ്ഞ മോഡിനകത്ത് കിട്ടുക. ഇനി മോഡ് 4നകത്ത് സോഫ്റ്റ്വെയർ ട്രിഗേർഡ് സ്റ്റോപ്പ്. ഇൻ ദിസ് മോഡ് ദ ഔട്ട് ഈസ് ഇനീഷ്യലി ഹൈ, ഇറ്റ് ഗോസ് ലോ ഫോർ 1 ക്ലോക്ക് പീരീഡ്. At the end of the count must be reloaded and subsequent output. ഇതിനകത്ത് മറ്റേ നേരത്തെ പറഞ്ഞ ഇതുപോലെ തന്നെയാണ്. ഇതിനകത്ത് നമ്മളെ റേറ്റ് ജനറേറ്റർ പോലെ തന്നെയാണ്. ഇതിനകത്ത് ആകെയുള്ള ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഔട്ട്പുട്ട് ഇനീഷ്യലി ഹൈ ആയിരിക്കും. ഹൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൗണ്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഓരോ ക്ലോക്ക് പൾസിലും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? റെഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. കൗണ്ട് 0 ആയി കഴിഞ്ഞാൽ ഒരു ക്ലോക്ക് പീരീഡ് നേരത്തേക്ക് ഇതെന്തായിരിക്കും? ലോ ആയിട്ട് ഹൈ ആകും. ഒരു ക്ലോക്ക് പീരീഡ് ടൈമിൽ ഇത് ലോ ആയി ഹൈ ആകും. അതെപ്പോഴാവുന്നത്? കൗണ്ട് വാല്യൂ 0 ആകുമ്പോൾ. ഇവിടെ റേറ്റ് ജനറേറ്ററിനകത്താണെന്നുണ്ടെങ്കിലോ കൗണ്ട് വാല്യൂ 1 ആകുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. ഇവിടെ കൗണ്ട് വാല്യൂ 0 ആകുമ്പോഴാണ് സംഭവിക്കുന്നത്. ഓക്കെ, ഇതാണ് സോഫ്റ്റ്വെയർ ട്രിഗേർഡ് സ്റ്റോപ്പ് എന്ന് പറയുക. നെക്സ്റ്റ് 5th one, ഹാർഡ്വെയർ ട്രിഗേർഡ് സ്റ്റോപ്പ്. ഇൻ ദിസ് മോഡ് ദിസ് ഈസ് സിമിലർ ടു മോഡ് 4 except that it is triggered by a rising impulse in the gate. ഇത് 4th പോലെ തന്നെയാണ്. ആകെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഗേറ്റിനകത്ത് നമ്മൾ എന്ത് കൊടുക്കണം? ഒരു ട്രിഗർ അപ്ലൈ ചെയ്യണം. മനസ്സിലായോ? ഗേറ്റിനകത്ത് ഹൈ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? ഇങ്ങനൊരു സാധനം സംഭവിക്കുള്ളൂ. അപ്പോൾ എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗേറ്റിനകത്ത് ഒരു ട്രിഗർ കൊടുക്കണം. ഇത് നോർമലി ക്വസ്റ്റിന് ചോദിക്കാറുള്ളതാണ്, എക്സാമിന് ചോദിക്കാറുള്ളതാണ്.
അപ്പോൾ നിങ്ങളിത് പഠിക്കാൻ ആകെ നിങ്ങൾക്ക് ചിലപ്പം കൺഫ്യൂഷൻ ആകുമായിരിക്കും. 6 ഡിഫറെൻറ്റ് മോഡ്സ് ഉണ്ട്. അതിൻ്റെ മോഡ്സിൻ്റെ പേരൊക്കെ കൃത്യമായിട്ട് പഠിക്കണം. അതിനകത്ത് പഠിക്കാൻ എളുപ്പമുള്ളൊരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡ് 0 മാത്രമേ ഇനീഷ്യലി എന്തുള്ളൂ, ഇനീഷ്യലി 0 ഉള്ളൂ. ബാക്കി എല്ലാം എന്തായിരിക്കും, അതായത് ഇനീഷ്യലി ഔട്ട് 0 ഉള്ളത് ഇതിനകത്ത് മാത്രമാണ്, മോഡ് 0-നകത്താണ്. ബാക്കിയെല്ലാം ഇനീഷ്യലി എന്താണ്, ഹൈ ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, അതാണ് ഇതിനകത്ത് പഠിക്കാനുള്ള എളുപ്പം. ബാക്കിയൊക്കെ സിമ്പിളാണ്, ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. പിന്നെ ഒന്ന് റേറ്റ് ജനറേറ്റർ എന്താണെന്ന് നോക്കിയാൽ മതി. അതേപോലെ തന്നെയാണ് എന്ത് സോഫ്റ്റ്വെയർ ട്രിഗേർഡും ഹാർഡ്വെയർ ട്രിഗേർഡും. റേറ്റ് ജനറേറ്റർ ക്ലോക്ക് പീരീഡ് 1-ലാണ് സ്ക്വയർ പൾസ് ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ കൗണ്ട് വാല്യൂ 0 ആകുമ്പോഴാണ് അത് ജനറേറ്റ് ചെയ്യുന്നത്. ഇതും തമ്മിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു ട്രിഗർ ഇതിനകത്ത് അപ്ലൈ ചെയ്യണമെന്നേ ഉള്ളൂ, ഹാർഡ്വെയർ ട്രിഗർ ഗേറ്റിനകത്ത് അപ്ലൈ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് മൂന്നും ഭയങ്കര എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും, ഒരേപോലെ തന്നെയാണ്. പിന്നെ സ്ക്വയർ വേവ് ആണ്, ഭയങ്കര എളുപ്പമാണ്. ഹാർഡ്വെയർ വൺ ഷോട്ടും ഇതും ഇൻട്രപ്റ്റും ഭയങ്കര എളുപ്പമാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. ഒരു 5 മിനിറ്റ് കൊണ്ട് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഈ മോഡ് ഓഫ് ഓപ്പറേഷൻസ് കിട്ടും. അതൊരു നല്ല മാർക്കിന് കിട്ടുകയും ചെയ്യും. ഇനി റീഡ് ബാക്ക് കമാൻഡ് എന്താണ്? റീഡ് ബാക്ക് കമാൻഡ് ഇസ് 8254 അലൗസ് ദി യൂസർ ടു റീഡ് ദി കൗണ്ട് സ്റ്റാറ്റസ് ഓഫ് എ കൗണ്ടർ. ഒരു കൗണ്ടർ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ പിന്നെ കൗണ്ട് വാല്യൂ ഇപ്പോൾ എത്രയാണ്. ഇപ്പോൾ ഞാൻ കൗണ്ട് വാല്യൂ ഒരു 85 എന്ന് കൊടുത്തു എന്നിരിക്കാം. കൗണ്ട് ചെയ്ത് അറ്റ് പ്രസൻറ്റ് ഇപ്പോൾ എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു 55 ആയാൽ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീഡ് ബാക്ക് കമാൻഡ് തന്നെ സാധനം കൊടുക്കാൻ പറ്റും. ദിസ് കമാൻഡ് ഇസ് റിട്ടേൺ ഇൻ ദി കൺട്രോൾ രജിസ്റ്റർ ആൻഡ് ദി കൗണ്ട് ഇസ് സ്പെസിഫൈഡ് കൗണ്ടർ. കൗണ്ടറിനകത്തായിരിക്കും എവിടെ സ്പെസിഫൈ ചെയ്യുക, അറ്റ് പ്രസൻറ്റ് ഉള്ള കൗണ്ട് നമുക്ക് കിട്ടുക. മനസ്സിലായോ? റീഡ് ബാക്ക് കമാൻഡിൻ്റെ ഫോമാറ്റ് ഇത് രണ്ടും എന്തായിരിക്കണം, 1-1 ആയിരിക്കണം. ഇത് 1-1 ആണെങ്കിലാണ് നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും ആദ്യത്തെ നമ്മൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ മോഡ് ഓഫ് ഓപ്പറേഷനകത്ത് 1-1 കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ, റീഡ് ബാക്ക് കമാൻഡ് നല്ല സാധനം കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കണ്ടിട്ടില്ലേ, D7-ഉം D6-ഉം എന്തായിരിക്കണം, 1-1 ആയിരിക്കണം. ഇവിടെ നമുക്ക് കൗണ്ടാണോ സ്റ്റാറ്റസ് ആണോ എന്നുള്ളത് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. D5 എന്നുള്ള സാധനം, D5 ലാച്ച് കൗണ്ട് ഓഫ് സെലക്റ്റഡ് കൗണ്ടർ. ലാച്ച് കൗണ്ട് എന്താണെന്നുള്ള സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ കൊടുത്തിരിക്കണം, 0 കൊടുത്തിരിക്കണം. D4-ൽ 0 കൊടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുക, ലാച്ച് ദി സ്റ്റാറ്റസ് ഓഫ് ദി കൗണ്ടർ. സ്റ്റാറ്റസ് എന്താണ്, കഴിഞ്ഞോ, കംപ്ലീറ്റ് ആയോ, ഏതാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് സ്റ്റാറ്റസ് ഓഫ് ദി കൗണ്ടർ. ഇനി D3 to D1 എന്ന സാധനം കൗണ്ടർ സെലക്ട് ചെയ്യാനുള്ളതാണ്. കൗണ്ടർ 1-നകത്തുള്ള ഇതാണ് അറിയേണ്ടതെങ്കിൽ, കൗണ്ടർ 2-നകത്തുള്ളതാണെങ്കിൽ ഇവിടെ എന്ത് എടുക്കണം, 1 കൊടുക്കണം. കൗണ്ടർ 1 ആണെങ്കിൽ ഇവിടെ 1 കൊടുക്കണം. കൗണ്ടർ 0 ആണെങ്കിൽ ഇവിടെ 1 കൊടുക്കണം. D0 റിസർവ്ഡ് ഫോർ, ഇത് ശരിക്കും ഫ്യൂച്ചർ യൂസിന് വേണ്ടി മാറ്റി വെച്ചെന്ന് കേട്ടോ, ഇത് യൂസ് ചെയ്യുന്നില്ല ഇപ്പോൾ. മനസ്സിലായില്ലേ? പിന്നെ സ്റ്റാറ്റസ് ബൈറ്റ് എന്ന സാധനം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഔട്ട്പുട്ടാണ്, കൗണ്ടിനുള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടുന്നതാണ്. അപ്പം ഇതാണ് ആക്ച്വലി റീഡ് ബാക്ക് കമാൻഡ് കൊടുക്കാനുള്ള ഇതെന്ന് പറയുക. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് കൗണ്ടറിനകത്ത് ലാച്ച് ചെയ്യുന്ന ബൈറ്റാണ് എന്ത്, ഈ സ്റ്റാറ്റസ് ബൈറ്റ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ D7 ബിറ്റ് 1 ആണെങ്കിൽ ഔട്ട്പുട്ട് പിൻ ഹൈ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 0 ആണെങ്കിൽ ഔട്ട്പുട്ട് പിൻ 0 ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. D6-ൻ്റെ വാല്യൂ 1 ആണെങ്കിൽ നൾ കൗണ്ട് ആണെന്ന് മനസ്സിലാക്കാൻ, അതിനകത്ത് കൗണ്ടൊന്നും ഇല്ല. അപ്പം 0 ആണെങ്കിൽ കൗണ്ട് അവൈലബിൾ ഫോർ റീഡിങ് ആണെന്ന് മനസ്സിലാവും ഇതിനകത്ത്. ഇപ്പോൾ D5 to D0 എന്ന് പറഞ്ഞ സാധനം കൗണ്ടർ പ്രോഗ്രാംഡ് മോഡ്. കൗണ്ടർ പ്രോഗ്രാം ചെയ്തിരിക്കുന്ന മോഡ് ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് D5 to D0. RW1 ഏതാണ്, RW0 നമ്മൾ നേരത്തെ കൊടുത്തിട്ടില്ലേ, അതേപോലത്തെ സാധനങ്ങൾ നമുക്ക് ഏതാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. മനസ്സിലായത്? അതായത് ഏത് മോഡ് ഓഫ് ഓപ്പറേഷൻ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് 3 കൊണ്ട്. BCD കൗണ്ടാണോ ബൈനറി ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ റീഡ് റൈറ്റ് ഫാഷൻ എന്താണെന്ന്, അത് 8 ബിറ്റ് ആണോ അതോ 16 ബിറ്റ് ആണോ, അത് ലോവർ ഓർഡർ ആദ്യം വായിക്കണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇത് ചെക്ക് ചെയ്ത് വെക്കാൻ മതി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 8254-ൻ്റെ അല്ലെങ്കിൽ 8253-യുടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.